നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മേബിൾ ലിസൺ. പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ കപ്പുച്ചൻ മിഷൻ ധ്യാനം ജാനുവരി 11 മുതൽ 17 വരെ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിച്ച് മുണ്ടത്തിക്കോട് ഇടവക. ഫൊറോന മാതൃവേദി കരോൾ ഗാന മത്സരത്തിൽ 3ാം സ്ഥാനവുമായി മുണ്ടത്തിക്കോട് മാതൃവേദി. ബ്രദർ ജോമോൻ ചെറുവത്തൂർ സബ് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. വാർത്തകൾ വിശദമായി. കപ്പുച്ചൻ മിഷൻ ധ്യാനം ജാനുവരി 11 മുതൽ 17 വരെ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കപ്പുച്ചൻ മിഷൻ ധ്യാനത്തിന് ഒരുക്കമായി നടത്തിയ വിശുദ്ധ കുർബാനയ്ക്ക് റെവറൻഡ് ഫാദർ വിൽസൺ കൊടുങ്ങത്താഴെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധ്യാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ധ്യാനത്തിന് ഒരുങ്ങേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അച്ഛൻ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിനിധി യോഗാംഗങ്ങളുടെയും കേന്ദ്ര സമിതി ജനറൽ ബോഡിയുടെയും മിഷൻ ധ്യാന കമ്മിറ്റിയുടെയും സംയുക്ത യോഗം സെമിനാർ ഹാളിൽ വെച്ച് കൂടുകയുണ്ടായി. യോഗത്തിൽ വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, റെവറൻഡ് ഫാദർ വിൽസൺ കൊടുങ്ങത്താഴെ, കൈക്കാരൻ ബെന്നി അയ്യങ്കേരി, ധ്യാന കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ഷോബി കെ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ മുണ്ടത്തിക്കോട് CLCയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. അന്നേ ദിവസം വൈകിട്ട് 6 മണിക്കുള്ള വിശുദ്ധ കുർബാനയെ തുടർന്ന് ഗ്രോട്ടോയിൽ നടത്തിയ ലതീഞ്ഞിനും നൊവേനയ്ക്കും വേലൂർ ഫൊറാന CLC പ്രൊമോട്ടർ റെവറൻഡ് ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് CLCയുടെ നേതൃത്വത്തിലുള്ള നേർച്ച പായസ വിതരണവും ഉണ്ടായിരുന്നു. ഡിസംബർ 8-ന് വേലൂർ ഫൊറാന മാതൃവേദി കരോൾ ഗാനരംഗ മത്സരം നമ്മുടെ മതബോധന ഹാളിൽ വെച്ച് നടത്തി. ഫൊറാനയിലെ വിവിധ ടീമുകൾ മാറ്റുരച്ച കരോൾ ഗാന മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ മുണ്ടത്തിക്കോട് മാതൃവേദിക്ക് അഭിനന്ദനങ്ങൾ. ബ്രദർ ജോമോൻ ചെറുവത്തൂർ സബ് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. ഡിസംബർ 8 തിങ്കളാഴ്ച രാവിലെ 9:30 ബ്രദർ ജോമോൻ ചെറുവത്തൂർ മാർ ജോസഫ് കൊടക്കല്ലി പിതാവിൽ നിന്നും സബ് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. മുണ്ടത്തിക്കോട് ഇടവകാംഗങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ബ്രദർ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLMന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. പ്രസ്തുത മീറ്റിംഗിൽ അതിരൂപത ഭാരവാഹികൾ സന്നിധരായിരുന്നു. KCYM വേലൂർ ഫൊറോണ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അലീന ജോണിനെ അഭിനന്ദനങ്ങൾ. കാറ്റിസം വാർത്തകളിലേക്ക്. മതാധ്യാപക ദിനത്തോടനുബന്ധിച്ച് കാറ്റിസം കുട്ടികൾ ടീച്ചേഴ്സിന് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിലാക്കി പ്രകാശനം ചെയ്തു. ബ്രദർ ജോയ്സ് ഓലടത്തിന്റെ നേതൃത്വത്തിൽ ACC വിദ്യാർത്ഥികളാണ് പുസ്തകം തയ്യാറാക്കിയത്. കാറ്റിസം പ്രിൻസിപ്പൽ വെറോണിക്ക ടീച്ചർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഹാഫ് ഇയർലി എക്സാമിൽ 1ഉം 2ഉം സ്ഥാനം കരസ്ഥമാക്കിയ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് ബാഡ്ജ് നൽകി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഭയപ്പെടേണ്ട എന്ന വാക്ക് വരുന്ന വചനങ്ങൾ കൂടുതൽ എഴുതിക്കൊണ്ടുവന്ന് 1ഉം 2ഉം 3ഉം സ്ഥാനം കരസ്ഥമാക്കിയ LP UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സമ്മാനാർഹരായ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച 3 മണി മുതൽ 4:30 വരെ മത അധ്യാപകർക്കുള്ള ആപ്റ്റിറ്റ്യൂഡ് എക്സാം നടന്നു. അടുത്ത ഞായറാഴ്ച PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഡിസംബർ 21-ന് കാറ്റിസം ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തുന്നതാണ്. കേരളത്തിലെ പ്രമുഖ മാട്രിമോണി സ്ഥാപനമായ ചാവറ മാട്രിമോണിയുടെ നവീകരിച്ച ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മൈജി ഷോറൂമിന് സമീപത്ത് ചാവറ മാട്രിമോണിയുടെ വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. അറിയിപ്പുകൾ. ഡിസംബർ 13 ശനിയാഴ്ച 2 മണി മുതൽ മാതൃവേദി വാർഷിക ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് രൂപത മാതൃവേദി അസിസ്റ്റന്റ് ഡയറക്ടർ റെവറൻഡ് ഫാദർ അനീഷ് കൂത്തൂർ. എല്ലാ ഇടവകങ്ങളെയും മതബോധന ഹാളിൽ നടത്തുന്ന വാർഷികാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 13-ന് ജന്മദിനം ആഘോഷിക്കുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് മുണ്ടത്തിക്കോട് ഇടവകയുടെ പ്രാർത്ഥനാശംസകൾ. ഡിസംബർ 20 ശനി രാവിലെ 6:30 മുതൽ 8:30 വരെയും ഡിസംബർ 21 ഞായറാഴ്ച രാവിലെ 9 മുതൽ 11 വരെയും നമ്മുടെ ദേവാലയത്തിൽ ക്രിസ്തുമസ് ഒരുക്ക കുമ്പസാരം ഉണ്ടായിരിക്കും. ഡിസംബർ 22 തിങ്കളാഴ്ച വേലൂർ ഫൊറോന മാതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ദേവാലയത്തിൽ വെച്ച് വിധവ ഏകസ്തർ സംഗമം സംഘടിപ്പിക്കുന്നു. എല്ലാ വിധവകളെയും ഏകസ്തരെയും ക്ഷണിക്കുന്നു. സംഗമത്തിന് ശേഷം ക്രിസ്മസ് കരോൾ, ക്രിസ്മസ് സെലിബ്രേഷൻ എന്നിവയും തുടർന്ന് 5 മുതൽ 6 വരെ സുപ്രസിദ്ധ മജീഷ്യൻ സാമ്രാജ് അവതരിപ്പിക്കുന്ന മാജിക് ഷോയും മോട്ടിവേഷണൽ ട്രെയിനർ എഡിസൺ ഫ്രാൻസ് നയിക്കുന്ന ക്ലാസും ഉണ്ടായിരിക്കുന്നതാണ്.
എല്ലാ ഇടവംഗങ്ങളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിസംബർ 23 ചൊവ്വാഴ്ച സീനിയേഴ്സ് ക്രിസ്തുമസ് ആഘോഷം. വിൻസെന്റ് ഡി പോൾ വനിതാ വിഭാഗം സംഘടനയുടെ നേതൃത്വത്തിൽ ഡിസംബർ 23 ചൊവ്വാഴ്ച 70 വയസ്സിന് മീതെ പ്രായമായവർക്കായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് കുമ്പസാരം, വിശുദ്ധ കുർബാന, തുടർന്ന് സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ: ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സെന്റ് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് പുത്തിരി ജോസ് ജോമറ്റിന്റെ ഭവനത്തിൽ വെച്ച്, 4 മണിക്ക് സെന്റ് വിൻസെന്റ് ഡി പോൾ യൂണിറ്റ് തൈക്കാട്ടിൽ ഫ്രാൻസിസ് ജോൺസന്റെ ഭവനത്തിൽ, 5 മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ചിറ്റിലപ്പള്ളി ലാസർ ജോസിന്റെ ഭവനത്തിൽ, 3 മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ് ചെറുവത്തൂർ അന്തോണി ഡെയ്സന്റെ ഭവനത്തിൽ, 4 മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് ഒലക്കെങ്കിൽ ജോസ് ലീലയുടെ ഭവനത്തിൽ, 5 മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് തെക്കിനിയടത്ത് റാഫേൽ അനിലിന്റെ ഭവനത്തിൽ, 5 മണിക്ക് ഇൻഫന്റ് ജീസസ് യൂണിറ്റ് അറങ്ങാശ്ശേരി പുറിഞ്ചു ജോസിന്റെ ഭവനത്തിൽ. ഈ ആഴ്ചയിലെ വായനകൾ സെന്റ് ജോർജ് യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.